രാമായണത്തിന്റെ പുണ്യം നിറയുന്ന കർക്കടക മാസത്തിൽ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്തെ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെട്ടാലോ? പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഇടം തളി ശ്രീരാമസ്വാമി ക്ഷേത്രം. കോഴിക്കോട് മഹാനഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടൊഴിഞ്ഞ് പ്രശാന്ത സുന്ദരമായ ഒരിടമുണ്ട്. നഗരഹൃദയത്തിലുള്ള തളി മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടരികിലായാണ് ഭക്തർക്ക് സർവ്വ ഐശ്വര്യവും ചൊരിഞ്ഞിരിക്കുന്ന ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രമുള്ളത്. അന്തരീക്ഷത്തിലെങ്ങും നിറഞ്ഞു നിൽക്കുന്ന രാമനാമങ്ങൾ, രാമായണശീലുകൾ കൊണ്ട് പുണ്യം പേറി ഭക്തിസാന്ദ്രമായ രാമസന്നിധി, നഗരനടുവിൽ ഗ്രാമവിശുദ്ധിയോടെ നിൽക്കുന്ന തളി ശ്രീരാമസ്വാമി ക്ഷേത്രം. ശ്രീരാമസ്വാമിയും സീതാദേവിയും ഒരുമിച്ച് കുടികൊള്ളുന്ന കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഇടം. ഇവിടെ ശ്രീരാമനും സീതാദേവിയും പട്ടാഭിഷേക രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. എന്ത് ദുഃഖങ്ങൾ ഉണ്ടെങ്കിലും അത് നമ്മൾ മനം നൊന്ത് ഭഗവാനോട് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് നമുക്ക് മനഃശാന്തി ലഭിക്കും. ഇതെൻ്റെ സ്വന്തം അനുഭവമാണ്. അങ്ങനെയുള്ള വളരെ അധികം ശക്തിയുള്ള ചെറിയ പ്രതിഷ്ഠയാണെങ്കിലും വലിയ ശക്തിയാണ്. അതാണ് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഒന്ന് വന്നാൽ വീണ്ടും വരാൻ തോന്നുന്ന ഇടം. ശ്രീരാമ ഭഗവാന് മുന്നിലെത്തി പ്രാർത്ഥിച്ചാൽ സർവകാര്യവും നടക്കുമെന്ന് വിശ്വാസം. വർഷങ്ങളായിട്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ ഇവിടെ 5 കൊല്ലമായി രാമായണ പാരായണം. ഓരോ കൊല്ലത്തിനനുസരിച്ചും അഭിവൃദ്ധിയാണ്. ഈ ക്ഷേത്രത്തിന് നല്ലൊരു പ്രത്യേകത ഉണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രം സീതാസമേതനോട് കൂടിയിരിക്കുന്ന ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇവിടെ വന്നതിലേക്ക് എനിക്ക് നല്ല അഭിവൃദ്ധിയാണുള്ളത്. അത്രയും നല്ലൊരു ഇതാണ് ഞങ്ങൾക്ക് എനിക്ക് അനുഭവപ്പെടുന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ ശ്രീരാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ ജോലികൾ നടന്നു വരികയാണ്. രാമായണ പാരായണം എല്ലാ ദിവസവും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ പോകുന്നതിനായിട്ട് ഇവിടെ ജീർണോദ്ധാരണ പ്രവൃത്തികളൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മുൻവശം മുഴുവൻ കല്ല് പതിച്ച് ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതനുസരിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഭക്തന്മാരുടെ സഹകരണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ആഞ്ജനേയ സ്വാമിയെയും ഗണപതി ഭഗവാനെയും ഇവിടെ ഉപദേവന്മാരായി ആരാധിക്കുന്നു. ഗണപതിക്കും ഹനുമാൻ സ്വാമിക്കും ശ്രീരാമേന്ദ്രനും സീതാദേവിയും കൂടിയിട്ടും ദിവസ പൂജ ചെയ്യാം. പിന്നെ പാൽപ്പായസം വിഷ്ണുവായിട്ടാണ് പൂജ. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, വെറ്റിലമാല, അതുപോലെ വടമാല, പിന്നെ കുങ്കുമാർച്ചന. ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കറുകമാല. വിഷ്ണുവായിട്ട് പൂജ ആയതുകൊണ്ട് അലങ്കാരപ്രിയനായിട്ടുള്ള വിഷ്ണുവിന് തുളസിമാല വളരെ പ്രധാനപ്പെട്ടതാണ്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ഭഗവാന് മുന്നിൽ അനുഗ്രഹം തേടി എത്താറുണ്ട്. ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിനിധി അരുൺ കൊടുങ്ങൂരാണ്. അരുൺ കൊടുങ്ങൂർ ഇങ്ങനത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണല്ലേ. എന്തായാലും തളി ശ്രീരാമസ്വാമി ക്ഷേത്രം അമൽ പോയിട്ടുണ്ടോ അവിടെ? ഞാൻ പോയിട്ടില്ല, പക്ഷെ കണ്ടപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നു. എത്ര മനോഹരമായ ദൃശ്യങ്ങൾ, എത്ര മനോഹരമായ നറേഷൻ.